ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് കോഴിക്കോട് പേരാമ്പ്രയിൽ ദമ്പതികളെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വിനിഷ വൃന്ദാവൻ ചേരുകയാണ്. വിനിഷ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് സംഭവിച്ചത്? വിവരങ്ങൾ. ജോർജറ്റ്, അല്പസമയം മുമ്പാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഒരു വീട്ടിൽ ദമ്പതികളെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ മോഷണ ശ്രമമാണെന്നാണ് സംശയിക്കുന്നത്. മോഷണത്തിനായി എത്തിയ മോഷ്ടാവ് മോഷണ ശ്രമത്തിനിടെ രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ അയൽവാസിയുടെ മൊഴിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അയൽവാസിക്കും വെട്ടേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പേരാമ്പ്രയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെയാണ് ദമ്പതികൾക്ക് വെട്ടേറ്റത് എന്നാണ് പോലീസും പ്രാഥമികമായി നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. എളേച്ചിൽ വീട്ടിൽ ബാലൻ, ഭാര്യ ശാന്ത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം അരമണിക്കൂർ മുൻപായിരുന്നു സംഭവം. ഇവരെ കൂടാതെ രണ്ട് മക്കൾ, ബാലന്റെയും ശാന്തയുടെയും മക്കൾ രണ്ടുപേരും ഗൾഫിലാണ്. ബാലനും ഭാര്യ ശാന്തയും മാത്രമേ വീട്ടിലുണ്ടാകാറുള്ളൂ. ഏകദേശം അരമണിക്കൂർ മുൻപായിരുന്നു സംഭവം. മോഷണ ശ്രമത്തിനിടെയാണ് അയൽവാസിക്കും വെട്ടേറ്റു എന്ന് പറയുന്നു. അയൽവാസിക്കും വെട്ടേൽക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ജോർജറ്റ്, മോഷണ ശ്രമത്തിനിടെ മോഷ്ടാവിൽ നിന്നും വെട്ടേൽക്കുമ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്നാണ് അയൽവാസി ബാലന്റെയും ശാന്തയുടെയും വീട്ടിലെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബാലനെയും ശാന്തയുമാണ് കാണാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ പരിക്കേറ്റ് പേരാമ്പ്ര സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഇവരുടെ അയൽവാസിയുടെ മൊഴി. ഇദ്ദേഹത്തെയും ഗുരുതര പരിക്കേറ്റ് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ കൂടുതലായൊന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച മറ്റ് സ്ഥലവാസികൾ പറഞ്ഞ വിവരം മാത്രമാണ് ഇത്. വെറും പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണിത്. രണ്ടുപേരെയും വെട്ടേറ്റ നിലയിലാണ് ഇദ്ദേഹം ആ വീട്ടിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം ഇദ്ദേഹം സ്ഥലവാസികളോട് സ്ഥിരീകരിച്ച ഒരു കാര്യം മാത്രമാണ്. പോലീസിന് ഇക്കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് സ്ഥലത്ത് ഇക്കാര്യം നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാവോ? മോഷണ ശ്രമത്തിനിടെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാമോ? അതോ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു ദുരൂഹതകൾ സംശയിക്കുന്നുണ്ടോ? നിലവിൽ ഒരു ദുരൂഹതയുടെ കാര്യമില്ല എന്നാണ് സ്ഥലവാസികളുമായി നമ്മൾ ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത്. നാട്ടുകാരുമായോ അല്ലെങ്കിൽ അയൽവാസികളുമായോ യാതൊരുവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു വരികയായിരുന്നു ബാലനും ശാന്തയും. അതിനാൽ തന്നെ അത്തരത്തിൽ ഒരു പ്രശ്നം ഇവർക്കിടയിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് എത്തിക്കേണ്ടുന്ന തരത്തിൽ ഒരു പ്രശ്നം ഇവർക്ക് മറ്റുള്ളവരുമായി ഇല്ലായിരുന്നു. അത്തരത്തിലൊരു ശത്രുതയോ മറ്റു പ്രശ്നങ്ങളോ ഇവർക്ക് ആരുമായി ഇല്ലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും കോഴിക്കോട് പേരാമ്പ്രയിൽ ഏകദേശം അരമണിക്കൂർ മുൻപ് വീട്ടിൽ വെട്ടേറ്റ നിലയിൽ ദമ്പതിമാരെ കണ്ടെത്തിയിരിക്കുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് ദമ്പതിമാർ വെട്ടേറ്റതും മരിക്കാനിടയായതും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജോർജ്, നന്ദി വിനിഷ.